ഹലോ ഗൈസ്, അടുത്ത നമ്മുടെ കെറ്റിലെ പരീക്ഷണം പുട്ടും മുട്ടക്കറിയായിരുന്നു ഗൈസ്. അടിപൊളിയായിരുന്നു. പുട്ടും മുട്ടക്കറിയും ആ കോഫിയും കൂടി കുടിച്ചപ്പോൾ സെറ്റായിരുന്നു. സോ നമ്മൾ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. കെറ്റിലെടുത്തു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി അതൊക്കെ ഇട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് നനച്ച് വെക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സവോളയും കൂടിയും ഇങ്ങനെ അരിഞ്ഞ് നേരെ നമ്മൾ കെറ്റിലോട്ട് ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കെറ്റിൽ പുട്ടും കൂടി ആവിക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് 2 കെറ്റിലുണ്ട് ഗൈസ്. സോ അപ്പുറം ഇപ്പുറം ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ കാണിച്ച് കെറ്റിലിൽ പുട്ട് സെറ്റാക്കിയത്. സോ സവോള വേവിക്കാനിട്ടു. അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ അതിലിട്ട് കട്ട് ചെയ്തിട്ടു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പുട്ടിന് ആവി വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ പുട്ടിൻ്റെ ആവിയൊക്കെ നോക്കി വീണ്ടും സവോളയിലേക്ക് കുറച്ച് പൊടികളൊക്കെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയൊക്കെയോ പൊടികൾ, ഗരം മസാല, ചിക്കൻ മസാല, മട്ടൻ മസാലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം വേവിക്കാൻ വെച്ചു. അതിനിടയ്ക്ക് നമ്മുടെ ആവി വന്ന പുട്ടൊക്കെ നമ്മൾ വേറെ പാത്രത്തിലോട്ട്, കാസറോളിലോട്ട് മാറ്റുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുട്ടക്കറിയിലോട്ട് മെയിനായിട്ട് മുട്ട ഇട്ടു ഗൈസ്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ സെർവിങ് ആണ് ഗൈസ്. മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെയൊക്കെ സെറ്റപ്പ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലൊക്കെ എടുത്ത് കുറേ കൊട്ടും തട്ടുമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അതിനി ഒഴിച്ച് കറി ഒഴിച്ച് കോഫിയും കുടിച്ച് ടേസ്റ്റ് ചെയ്യണ പരിപാടിയായിരുന്നു. സീരിയസ്ലി അടിപൊളിയായിരുന്നു ഗൈസ്. ഒന്ന് വീട്ടിൽ പോയ ഫീലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാനിരുന്നു. അങ്ങനെ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മുടെ വർത്താനം കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.